ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴമയുടെ രുചിയായ നല്ല നാടൻ കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും പലരും ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ പൊട്ടി വെളിയിലേക്ക് വരികയും അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടാതാവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ള ടിപ്സൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. 3 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ നെയ്യും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ഗ്ലാസ്സിലായാലും നമ്മുടെ ഏത് അളവ് പാത്രത്തിലായാലും എടുത്താലും നമ്മൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. ചില അരിപ്പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിട്ടുള്ള അരിപ്പൊടി ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ വെള്ളത്തിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്. നമ്മളല്ലാതെ വെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേ അത് നല്ലതുപോലെ കുഴച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ പൊള്ളുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കുഴച്ചെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാണ്ട് ഇതേ രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കൂടിയാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോഴേ അത് നല്ല പരുവമായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ അരിപ്പൊടിയിലേക്ക് വെള്ളം ചേർത്തിട്ട് അങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കട്ടകൾ കാണും. നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടാതെ ഇടയ്ക്കിടയ്ക്ക് വെളുത്ത കട്ടകൾ, അരിപ്പൊടിയുടെ കട്ടകൾ ഇങ്ങനെ വരും. ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാമെങ്കിൽ അങ്ങനെ ഒന്നും വരികയില്ല. നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് കുഴച്ചെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ തന്നെ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലായിടവും ഒരേ രീതിയിൽ തന്നെ നമുക്ക് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എങ്ങും പച്ച മാവൊന്നും ഇരിപ്പില്ല. എല്ലാ മാവും നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 2-3 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം നമുക്ക് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ തേങ്ങയിലേക്ക് വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഇതേ രീതിയിലൊന്ന് 1 മിനിറ്റോളം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരപ്പാനിയാണ്. ഞാൻ ശർക്കര ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് പഞ്ചസാരയും തേങ്ങയും മാത്രം വെച്ചാൽ മതിയെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ഈ കൊഴുക്കട്ടയും അടയും ഒക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതിൻ്റെ ഫില്ലിങ്സ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പം തേങ്ങ അതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ആദ്യം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും അതുപോലെ ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്നാൽ മതി. ഒരുപാട് നമ്മളങ്ങ് വറ്റിച്ചെടുക്കരുത് കേട്ടോ. അപ്പം ഇത് ഒരുപാട് ടൈറ്റായി പോകും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതുകൊണ്ട് ആ നേരത്തിന് നമ്മുടെ ആ മാവൊക്കെ നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കൊഴുക്കട്ടയായാലും അതുപോലെ തന്നെ ഇടിയപ്പം
അടയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇതുപോലെ മാവ് നമ്മൾ ചെയ്തെടുക്കാമെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് എണ്ണയൊന്ന് തടവി കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വിരൽ കൊണ്ട് ദാണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിനതിൽ ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴേ നമ്മുടെ ആ കൊഴുക്കട്ട നല്ല കനം കുറഞ്ഞ് തന്നെ കിട്ടുകയും ചെയ്യും. നല്ലതുപോലെ നമുക്ക് ഫില്ലിങ്സ് ഇതിലേക്ക് വെക്കുകയും ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടും. ഫില്ലിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ ശർക്കര ഇതുപോലെ തയ്യാറാക്കുമ്പോൾ ഒരുപാടങ്ങ് ടൈറ്റായി പോകരുത്. എന്നിട്ട് ദാണ്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാ സൈഡും ഒന്ന് ചേർത്ത് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ എങ്ങും വിട്ട് നിൽക്കരുത്. അങ്ങനെ വിട്ട് നിൽക്കുമ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫില്ലിങ്സ് ഇറങ്ങി വരും. എന്നിട്ട് ഒന്നുകൂടി ദാണ്ട കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. നമ്മുടെ ഫില്ലിങ്സ് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ഇത് പൊട്ടിപ്പോകുകയൊന്നുമില്ല. ഇതിനകത്തേക്ക് ആവി കൊള്ളുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഈ ശർക്കരയൊക്കെ അലിഞ്ഞിറങ്ങുകയും ചെയ്യും. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ബോൾസാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം ഇവിടെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഡലിത്തട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഈ പ്ലേറ്റിൽ ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ കൊഴുക്കട്ടയെല്ലാം വെച്ച് കൊടുത്തേക്കുവാണ്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് 3-4 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഒരു 7-8 മിനിറ്റ് മാത്രം മതി ഇത് വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കൊഴുക്കട്ട എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എങ്ങും പൊട്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് വന്നിട്ടൊന്നുമില്ല. അതാ കണ്ടില്ലേ, ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട, അതുപോലെ തന്നെ ഫില്ലിങ്സ് ഒന്നും പൊട്ടിപ്പോകാത്ത കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും. അപ്പോൾ ഇനി കൊഴുക്കട്ട ഉണ്ടാക്കുമ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.